അതായത് അവർ അഫ്കോഴ്സ് ഞാനായിട്ട് അവരെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. അവർ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ ഇപ്പോൾ ഹ്യൂമർ ആണെങ്കിലും ഇമോഷണലാണ് എല്ലാ സീൻസും വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഓഡിയൻസിൻ്റെ റിയാക്ഷൻ നമുക്കത് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അത് ത്രൂ ഔട്ട് അവരുടെ പെർഫോമൻസ് ലൈക്ക് അതുപോലൊക്കെ വന്നിട്ടുണ്ട്. അതിന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് എനിക്ക് ഇതിനകത്ത് തോന്നിയത്. രണ്ടുപേരുടെ ക്യാരക്ടേഴ്സും കാരണം കുറച്ച് ഡിഫറൻ്റ് ആണല്ലോ. ഇതുവരെ ചെയ്യാത്ത മീൻസ് ലൈക്ക് അവരുടെ യൂഷ്വൽ പാറ്റേണിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിട്ടാണ് തോന്നിയത്. അവർ ഡിഫറൻ്റ് ആയിട്ട് പെർഫോം ചെയ്ത് എനിക്ക് അങ്ങനെ ഒരു ബ്രോ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സിമിലാരിറ്റി വന്നില്ല. ഒരു ഡിഫറൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതിൽ ആരാണ് സ്കോർ ചെയ്തേക്കുന്നത്? അല്ല അങ്ങനെ അത് ഓഡിയൻസാണ് പറയേണ്ടത്. നമ്മളിപ്പോൾ എല്ലാവരും നന്നായി പെർഫോം ചെയ്തതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഡിപ്ലോമാറ്റിക് ആയിട്ട് പറഞ്ഞതല്ല, എന്നാലും എല്ലാവരും അവരുടെ ഭാഗങ്ങൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉണ്ടാ ഡയറക്ടർ ഉണ്ടാ നന്നായിട്ടുണ്ട്. ഒരു നല്ല പടം കണ്ട പോലെ, തമിഴ് ഫിലിമൊക്കെ പോലെ സൂപ്പറായിരിക്കണം. ഹൈലൈറ്റ് മ്യൂസിക്കാണ്. മ്യൂസിക് ഡയറക്ടർ ഒരു ഷാപ്പ് പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കൊലപാതകം, അത് പിന്നെ എങ്ങനെ ചുരുളകത്ത് രഹസ്യം പോലെ പോകുന്ന അതാണ് പടത്തിൻ്റെ തീം. കോമഡി ഉണ്ട്, ത്രില്ലിംഗ് എലമെൻ്റ് ഉണ്ട്, ഡാർക്ക് ഹ്യൂമറുണ്ട്. സോ ഏത് ജോണർന്ന് എനിക്ക് കൺഫ്യൂഷനാണ്. പക്ഷേ എല്ലാം ത്രൂ ഔട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ തോന്നുന്നു കോമഡി എലമെൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ ത്രില്ലർ എലമെൻ്റ് ഉണ്ട്. എല്ലാം അടിപൊളിയാണ്. ബേസിൽ ആസ് യൂഷ്വൽ ഒരു പോലീസ് ഓഫീസർ, ഒരു ചിൽ വൈ പോലീസ് ഓഫീസർ, ആ കോമഡി നന്നായി വർക്കൗട്ടായിട്ടുണ്ട്. എനിക്ക് ശരിക്കും സൗബിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ആ ക്യാരക്ടർ, ആ കാലിൽ വയ്യാത്ത ക്യാരക്ടറിന് പക്ക അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പുള്ളി. പിന്നെ എടുത്തു പറയേണ്ടത് അതിനകത്ത് ഡയറക്ഷൻ, മേക്കിംഗ് അടിപൊളിയായിരുന്നു. ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടറിൻ്റെ മൂവി എന്ന് പറയത്തില്ല, അതിന് പുള്ളിക്കാരൻ പ്രത്യേകിച്ച് ആസ് ഓഫ്. പിന്നെ അൻവർ റഷീദ് എൻ്റർടൈൻമെൻറ്റ്സ്, ഇവർ എന്താ പറയുക, നോക്കിയും കണ്ടും എടുക്കണമെല്ലാം പൊന്നാവുന്ന പോലെ അത് ഡയറക്ഷൻ ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും, ആ സംഭവം അടിപൊളിയായിരിക്കും ചെയ്യും. അത് ഇതിനകത്ത് സെയിം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പടം എന്തായാലും എന്താ പറയുക, ബേസിലൊരു ഫസ്റ്റ് ഹിറ്റ് തന്നെയാണ് പറയാം. പെർഫോമൻസ് വൈസ് എല്ലാവരും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിനകത്ത് സൗബിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ചെമ്പവിൻ്റെ നൈസായിരുന്നു. BGMs അത്യാവശ്യം നൈസുണ്ടായിരുന്നു. കോമഡി ത്രൂ ഔട്ട് കീപ്പ് ചെയ്ത് ഡാർക്ക് ഹ്യൂമർ ടൈപ്പ്, അതായത് നമ്മൾ സെൻറ്റി സീനിൽ പോലും ചെറിയ കോമഡി വന്ന് അത് വർക്കാക്കാൻ കുറച്ച് പണിയാണ്. അത് നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ട്. ക്ലൈമാക്സ് അത്യാവശ്യം നല്ല ട്വിസ്റ്റൊക്കെ ഉള്ള ഒരു ത്രില്ലറിലുള്ള ഒരു കൊലപാതകം, ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ഉണ്ട് പടത്തിൽ. സോ എല്ലാ ജോണേഴ്സും എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഉണ്ട്. ഫാമിലി ആയാലും യൂത്ത് ആയാലും എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടാം. സോ പടം എന്തായാലും ഒരു ഇന്ന ജോണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു എന്താ പറയുക, കോമഡി ഡാർക്ക് ത്രില്ലർ മൂവി പൊളി. ഇതിൽ പ്രശ്നം സാറ്റിസ്ഫൈഡ് ആണ്. എന്തായാലും തിയേറ്ററിലൊന്നും നിരാശപ്പെടുത്തില്ല, ഗ്യാരണ്ടി. സൗബിൻ സൂപ്പറായിട്ടുണ്ട്. ബേസിൽ എല്ലാവരും അടിപൊളിയായിട്ട് നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് പിന്നെ നന്നായിട്ടുണ്ട്. എല്ലാം കൊണ്ട് നല്ല ത്രില്ലർ. നമ്മളങ്ങനെ കണ്ടിരുന്ന് പോകും. ബോറടി അങ്ങനെ ഒന്നുമില്ല. ഫുള്ളായിട്ട് നമ്മൾ കണ്ടിരുന്ന് പോകും. നല്ല പടം. അതെ. സംവിധായകൻ്റെ പടമാണ്, സംവിധായകൻ്റെ എഡിറ്ററുടെ പടമാണിത്. അതുപോലെയാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഓരോ കട്ടിങ് സീനൊക്കെ ഉണ്ടാവുണ്ടല്ലോ. ബേസിലേക്ക് ബെസ്റ്റ് പെർഫോമൻസ് ആവശ്യം. ഇൻട്രോയിലൊക്കെ ഒരു ബേസിൽ തകർത്ത് വരുവാണ്. ഇൻട്രോയിൽ കഴിഞ്ഞാൽ അത് വേറൊരു സ്റ്റൈലിലേക്കാണ് പോകുന്നത്. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ കുറച്ച് പേര് കൊണ്ടുവന്നിട്ടുണ്ട്. അവരെല്ലാം കിടിലായിട്ടുണ്ട്. പറഞ്ഞാൽ മെയിൻ ആക്ടേഴ്സിനേക്കാളും വർക്ക് അവർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു 5 ആക്ടേഴ്സ്, പിന്നെ പഴയ ചാന്ദിനി ചെറിയ റോളൊക്കെ ചെയ്ത് ചാന്ദിനി ഇതിനകത്ത് മെയിൻ റോളാണ് കയറി ചെയ്തിരിക്കുന്നത്. ഉഗ്രനായിട്ടുണ്ട് പടം. ചെമ്പൻ്റെയൊക്കെ മെയിൻ എന്ന് വെച്ചാൽ ബേസിലിൻ്റെ ടോപ്പ് അതാണ് ഇതിനകത്ത് കണ്ടിരിക്കുന്നത്. ഉഗ്രം പടം, അടിപൊളി പടം. പേര് പറയുന്ന പോലെ ഉണ്ടല്ലോ, അതിൻ്റെ ആയിട്ടുള്ള എല്ലാവരും ആംബിയൻസും പടത്തിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പടം തുടക്കം തൊട്ടേ ഒരു ഷാപ്പിലോട്ട് ചെന്ന് അവിടെ നടക്കുന്ന ആംബിയൻസും പാട്ടും ഫുഡും അതിൻ്റെ ആയിട്ടുള്ള ബഹളങ്ങളും ഒക്കെ പടത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ബേസിലിൻ്റെ ഒരു പെർഫോമൻസ് പടത്തിൽ ഹൈലൈറ്റ് ആയിട്ട് തന്നെ എടുത്തു പറയണം. ലാസ്റ്റ് സൂക്ഷ്മദർശിനിയിൽ ഒരു നെഗറ്റീവ് റോൾ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറൊന്നും അല്ല. ഇതിൽ ഒരു പോലീസ് ഓഫീസർ ആണെങ്കിലും അത്യാവശ്യം കോമഡിയും ഒരു ഫ്ലെക്സിബിളായിട്ട് നിൽക്കുന്ന ഒരു പോലീസ് ഓഫീസറായിട്ട് എനിക്ക് തോന്നി. ത്രില്ലർ എലമെൻറ്റ്സ് പടത്തിലുണ്ട്. പിന്നെ അൻവർ റഷീദ് പ്രൊഡ്യൂസർ ആണെങ്കിലും പുള്ളി പടത്തിൽ നല്ല രീതിയിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൈ കടത്തിയിട്ടുണ്ട്. കാരണം അത് നമുക്ക് പടത്തിൽ നല്ല കാണാൻ പറ്റും. പിന്നെ ഡയറക്ടറെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. പുള്ളി ചെയ്ത ഷോർട്ട് ഫിലിം തൂമ്പ അത് നല്ല വ്യൂസ് ഉള്ളൊരു ഷോർട്ട് ഫിലിമായിരുന്നു. അപ്പം ഈ ഒരു നല്ല ഫ്യൂച്ചറുള്ളൊരു ഡയറക്ടറായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ആ ഡയറക്ടറുടെ ഒരു ഇതിൽ പടത്തിൽ മേക്കിങ്ങിന് നല്ല രീതിയിൽ പടം വർക്കായിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ എനിക്കൊരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. അത് ഈ പറയുന്ന ബേസിലാണെങ്കിലും സൗബിനാണെങ്കിലും ചെമ്പൻ വിനോദാണെങ്കിലും നായികയാണെങ്കിലും എല്ലാവരും അവരവർക്ക് ഇട്ടിരിക്കുന്ന കുറേ പുതിയ ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ആരും നമ്മൾ പുതിയതായിട്ട് അഭിനയിക്കുന്നതെന്ന് പറയില്ല. അവരെല്ലാവരും അഴിഞ്ഞാടി തകർത്തിട്ടുണ്ട് അവരവർക്ക് കിട്ടിയ റോളുകൾ. നല്ല പടമാണ്, കാണാം, എല്ലാവരും പോയി കാണും. എനിക്ക് വേറൊന്നും നല്ലതാണ്. നന്നായിട്ടുണ്ടോ?
ഒരു പിന്നെ വേറിട്ട ഒരു ശൈലിയാണ്. നമ്മളിപ്പോൾ ഈ സിനിമ വേറൊരു സിനിമ പോലെ ഉണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അതിൻ്റെ മേക്കിംഗ്, അതായത് ഷോർട്ട് ഫിലിമിലൂടെ വന്ന ഒരു സംവിധായകനാണ്. അപ്പോൾ ഷോർട്ട് ഫിലിംസ് നമുക്കറിയാം 20 മിനിറ്റ് കൊണ്ട് നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് അവർ ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. പക്ഷേ ഒരു എൻ്റയർ സിനിമ നമ്മളൊരു ത്രില്ലിംഗ് ആയിട്ട് അത് കൊണ്ടുപോയി. അതിനിടയിൽ ഡാർക്ക് ഹ്യൂമറാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ചില ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സീനുകൾ പോലും അവരെ ചിരിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഡയലോഗ് പ്രസൻറ്റേഷനും, അത് മൊത്തം ടൈമിംഗ് ആണ് ഈ സിനിമ. തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ പേസിൽ പോയി, അങ്ങനെ ലാഗ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ആ ഒരു ഷാപ്പ് അതിന് അവിടെ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റും അതിൻ്റെ ഒരു അന്വേഷണവും അങ്ങനെ വളരെ രസകരമായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ മെയിൻ നടന്മാരായ ചെമ്പൻ വിനോദ് ബേസിൽ അവരുടെ കൂടെ തന്നെ ഈ കൂടെ അഭിനയിച്ച എല്ലാ സഹനടന്മാരും പലതും ഷോർട്ട് ഫിലിമിൽ നിന്ന് വന്നതാണ്. പിന്നെ നമുക്കറിയുന്ന ശബരീഷ് പോലുള്ള ബാക്കി നടന്മാരുണ്ട്. ഇവരൊക്കെ ഗംഭീര പെർഫോമൻസാണ്. പിന്നെ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ ശിവജിത്ത് എന്ന് പറഞ്ഞ ബാബുവായിട്ട് അഭിനയിച്ച ശിവജിത്തിൻ്റെ ക്യാരക്ടർ. അപ്പം ARMൽ നമുക്കറിയാം അവർ പിന്നെ ടൊവിനോയായിട്ടുള്ള ആ ഒരു കളരി ഫൈറ്റിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ് സീനിൽ കണ്ട ഒരു സിനിമയാണ്. അപ്പോൾ കൂടുതൽ മലയാള സിനിമ ഉപയോഗിക്കാനുള്ള ഒരു നടനാണ് ശിവജിത്ത് ഇതിൽ ബാബുവായിട്ട് ചെയ്ത ക്യാരക്ടർ. അങ്ങനെ ഒരുപാട് ആക്ടേഴ്സിനെയും കൂടി ഈ സിനിമ മുന്നോട്ട് മലയാള സിനിമയ്ക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നിരാശപ്പെടുത്തില്ല. ഒരു ഫൺ ഫാമിലി എൻ്റർടൈനറായിട്ടാണ് പ്രാവിൻകുടി ഷാപ്പ് വന്നിരിക്കുന്നത്. സിനിമ വിജയിക്കും. കാരണം ബേസിൽ ഒരു പുള്ളി ടോട്ടലി ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. ഏത് പടത്തിലും പുള്ളിക്ക് ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. അത് പുള്ളിയുടെ കയ്യിൽ ഭദ്രമാണ്. അതുപോലെ തന്നെയാണ് സൗബിൻ സാഹിറും. ഏത് പടം എടുക്കുകയാണെങ്കിലും അഭിനയ സാധ്യതയുള്ള റോളാണെങ്കിൽ അതിലൊന്നും നോക്കൂല. മറ്റുള്ള നടന്മാരെ പോലൊന്നും ഒന്നും നോക്കുന്നില്ല. ഏത് വേഷം കോലം കെട്ടാനും പുള്ളി തയ്യാറാണ്. പുള്ളി അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, എനിക്ക് സൗന്ദര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല എന്നെ എല്ലാവരും ചതിക്കുന്നത്. പക്ഷേ അതുപോലെ തന്നെയാണ് പുള്ളി അങ്ങനത്തെ ഒക്കെ വേഷം ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്ക് നല്ല ഇതുണ്ട്, അഭിനയ സാധ്യതയുള്ള ഇതാണ്, റോളാണ്. അടിപൊളി പടമാണ്. നല്ല ക്രൈം ത്രില്ലറാണ്. നല്ല സംവിധാനമൊക്കെ നന്നായിട്ടുണ്ട്. നല്ല ഡയറക്ഷൻ. കോമഡി എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തു പറയത്തൊക്കെ കോമഡി ഒന്നുമില്ല. എന്നാലും നൈസായിട്ടുള്ള ചില വാക്കുകൾ കൊണ്ടുള്ള ഇതൊക്കെ നമുക്ക് ചിരിക്കാനുണ്ട്. സിറ്റുവേഷൻ കോമഡികളും ആ ഇടയ്ക്ക് വരുന്ന ഡയലോഗൊക്കെ നമുക്ക് അത്യാവശ്യം ചിരിക്കാനുണ്ട്. അല്ലാതെ കോമഡി എന്ന് പറഞ്ഞാൽ എടുത്തൊക്കെ അങ്ങനെയൊന്നും പറയാനില്ല. ഒരു ക്രൈം ത്രില്ലറാണ്. അതൊരു സസ്പെൻസ് ക്രൈം ത്രില്ലർ തന്നെയാണ്. കണ്ടിരിക്കാം. ഒട്ടും ലാഗില്ലാതെ നമ്മൾ എൻഗേജാണ് ഫുൾ ടൈം. ക്ലൈമാക്സ് ഒരു അടിപൊളി ട്വിസ്റ്റ് ഉണ്ട്. സൗബിൻ ചേട്ടനാണെങ്കിലും ബേസിൽ ജോസഫ് ചേട്ടനാണെങ്കിലും അടിപൊളി തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. രണ്ടാളുടെ കോംബോ അടിപൊളിയായിട്ടുണ്ട്. ഇതൊരു ബിഗാണ്, ബിഗ് വിറ്റ്. താങ്ക് യു. അതെ, ഒന്ന് പിടിച്ചു നോക്കിയോ. താങ്ക് യു. എല്ലാം ഒരുപോലെ വർക്കിംഗ് ആണ്. അപ്പം സസ്പെൻസ് ഉണ്ട്, ത്രില്ലറാണ്, നന്നായി കോമഡി ഉണ്ട്. പിന്നെ എല്ലാ ആർട്ടിസ്റ്റുകളും നമുക്കിടയിലുള്ള ഒരാളെ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത്രത്തോളം നമുക്ക് അടുത്ത അയൽപ്പക്കം പോലുള്ള ആൾക്കാരാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. എല്ലാവരും വലിയ വലിയ ആർട്ടിസ്റ്റുകളാണ് അതിൽ അഭിനയിച്ചിട്ടുള്ള. സൗബിക ബേസിൽ അവരുടെയൊക്കെ പെർഫോമൻസ് ആണെങ്കിലും വേറെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പം നിയാസ് കായുടെ കോമഡി ആണെങ്കിലും ശിവജിത്തിൻ്റെ വില്ലൻ ആണെങ്കിലും എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പോയി കണ്ടിട്ട്. അല്ല, ഞാൻ കോഴിക്കോടാണ്. തൃശ്ശൂർ ഭാഷ അത് സ്ലാങ് ഏതൊക്കെയോ വരുന്നത്, ടെൻഷൻ കൊണ്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവരും വന്ന് ഈ പടം കാണട്ടെ, വിജയിക്കട്ടെ. ഓക്കെ. പൊളിച്ചെന്ന് പറഞ്ഞാൽ പൊളിച്ച്, പടം പൊളിച്ച്, വേറെ രക്ഷയില്ല. ആളുകൾ തന്നെ ഇത് നല്ല സിനിമയാണ് എന്ന് പറയണതിൽ കാര്യമില്ലല്ലോ. പ്രേക്ഷകർ പറയട്ടെ. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം എല്ലാവരും കണ്ട ആളുകളൊക്കെ വളരെ എന്തായാലും ഒരു ഡിഫറെൻറ്റ് ഫീല് തോന്നി. ഈ സിനിമ ഇപ്പോൾ അടുത്ത് കണ്ട കുറച്ച് സിനിമകളിൽ നിന്ന് അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. അപ്പോൾ അതൊരു സന്തോഷം. എന്തോ അടിപൊളിയായിട്ട് എല്ലാ ആളുകളും. അത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സൗബിനൊക്കെ ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടറിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. അത് നമ്മളത് അങ്ങനെ പറയാത്തതെന്താ വെച്ചാൽ ആളുകൾ അത് കണ്ട് ആസ്വദിക്കട്ടെ എന്നുള്ളതുകൊണ്ടാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആക്ടിങ് സ്റ്റൈലാണ് സൗബിൻ്റെ ഒക്കെ ഈ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തത്. ബേസിലിൻ്റെ എല്ലാ സിനിമകളും ഹിറ്റല്ലേ. അദ്ദേഹം ഒരു നല്ല നടൻ എന്നുള്ളത് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പുള്ളീനെ എല്ലാവർക്കും പൊതുവേ ഇഷ്ടമാണ്. പുള്ളിയുടെ ഒരു ആക്ടിങ് സ്റ്റൈലൊക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. ഇതിലും ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക സ്റ്റൈലാണ് പുള്ളി ഉപയോഗിച്ചിട്ടുള്ളത്. ഇടയ്ക്കൊക്കെ ഒരു എക്സെൻട്രിക് മൂഡിലേക്കൊക്കെ പോകുന്നൊരു പ്രത്യേക സ്റ്റൈലാണ്, ഒരു ആക്ടിങ് സ്റ്റൈലാണ് ബേസിലേൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും അത് എല്ലാവർക്കും രസമായിട്ട് ഫീൽ ചെയ്യുന്നൊരു സിനിമയാണ്. 2025 ഒരു നല്ല
മലയാള സിനിമയ്ക്കുള്ളൊരു നല്ല ഡയറക്ടറാണ് നമുക്ക് ശ്രീരാജ്. നമുക്ക് മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു നല്ല ഡയറക്ടർ തന്നെയാണ് ശ്രീരാജ് എന്നുള്ളത് ഈ സിനിമയിൽ തെളിയിച്ചത്. ഒരു സംശയമില്ല, അത് സംശയമില്ലാതെ പറയാം.